ബിഗ് ബോസ് മലയാളം സീസൺ 6നെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചാനലിൽ എന്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റ് ആയാലും ഏറെക്കുറെ കൺഫേം ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ പ്രൊമോ റിവ്യൂ ആയി കഴിഞ്ഞാലും ഇത്തരത്തിൽ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് വീഡിയോസ് ഇട്ടാലും അതിന്റെ താഴെ തുരുതുരാ വരുന്ന ഒരു കമന്റ് ആണ് തൊപ്പി ബിഗ് ബോസിൽ ഇല്ലേ എന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, തൊപ്പിനെയാണ് എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ 6ൽ വേണ്ടത്, തൊപ്പി വരില്ലെങ്കിൽ ബിഗ് ബോസ് കാണില്ല, തൊപ്പി വന്നം, തൊപ്പി വരണം, തൊപ്പിനെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ കമന്റുകൾ നമ്മുടെ ചാനലിൽ ഇടാറുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചൊരു കാര്യം ഇപ്പോൾ നമ്മൾക്കൊരു കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് എന്ന് തന്നെ പറയാം. അത് നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് നാൾ മുന്നേ വരെ നമ്മൾ ഇട്ടിരുന്ന വീഡിയോസിൽ തൊപ്പിനെ ഉൾക്കൊള്ളിച്ചിരുന്നു. ഇപ്പൊ പ്രഡിക്ഷൻ ലിസ്റ്റ് ആയാലും ഏറെക്കുറെ ഉറപ്പാവാൻ ചാൻസ് ഉള്ള കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റിൽ നമ്മൾ തൊപ്പിനെ ഉൾക്കൊള്ളിച്ചിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റും കുറച്ച് കൺഫർമേഷൻ ലിസ്റ്റ് ഒക്കെ ഇടുന്ന സമയത്ത് തൊപ്പി അതിലില്ല. അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പൊ തൊപ്പി മുഹമ്മദ് നിഹാദ് എന്ന യൂട്യൂബ് അല്ലെങ്കിൽ എന്താണ് ലൈവ് സ്ട്രീം ഫെയിം ആയിട്ടുള്ള തൊപ്പി ബിഗ് ബോസ് സീസൺ 6ൽ ഇല്ലേ? ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം തൊപ്പി ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. ഏകദേശം ഒരു 10% ചാൻസേ തൊപ്പി വരാനായിട്ട് ചാൻസ് ഉള്ളൂ. തൊപ്പി ഏകദേശം ഇല്ല എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ തൊപ്പി ഒഫീഷ്യലായിട്ട് തൊപ്പിയുടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്താണ് ബിഗ് ബോസ് സീസൺ 6ൽ നിന്ന് ഓഡിഷൻ കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ പോവുകയാണെങ്കിൽ അവിടുത്തെ കപ്പ് പൊക്കി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് തരുമെന്ന് തൊപ്പി ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബിഗ് ബോസിന്റെ റൂളിന് എഗെയിൻസ്റ്റ് ആണ്. പിന്നീട് ബിഗ് ബോസിന് ഇങ്ങനെ ചിന്തിക്കാം, കാരണം തൊപ്പി വന്നാൽ കിട്ടുന്ന കണ്ടന്റ് ഒന്നും ഒരു കണ്ടസ്റ്റന്റ് വന്നാലും കിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് സീസൺ 6 ഫെയിം ആവാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും തൊപ്പി എന്ന് പറയുന്നത്. പുള്ളി വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും സീസൺ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, തൊപ്പി വന്നാൽ അടിപൊളിയായിരിക്കും. എങ്ങനെയാണ്? തൊപ്പി ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കാൻ തീരുമാനിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കണ്ടന്റുകൾ തരാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറാൻ തൊപ്പിക്ക് കഴിയും. പക്ഷേ ഈ ഒരു സീസൺ പ്രസന്റ് ചെയ്തിരിക്കുന്നത് 4 ബെഡ്റൂം ഫോർമുലയിലാണ്. അതായത് ടീമായിട്ടാണ് കളിക്കുന്നത്. ബിഗ് ബോസ് തന്നെ ടീമാക്കി കൊടുത്തിരിക്കുകയാണ്. ഓരോ സെറ്റ് ബെഡ്റൂമുകളിലും 5 പേര് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാവുക. ടീമായിട്ട് കളിക്കാനായിട്ട് തൊപ്പിക്ക് പറ്റില്ല. നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നത് തൊപ്പിയും തൊപ്പിയുടെ ഫിയാൻസി ആയിട്ടുള്ള ഫസ്മിനെയും ഒന്നിച്ചായിരുന്നു. ഒന്നാമത്തെ കാര്യം, ടീമിൽ എണ്ണം കൂടും, ഒരു ടീമിലായിട്ട് എണ്ണം കൂടി പോകും, അത് നമുക്ക് വേണമെങ്കിൽ വിട്ടുകളയാം. പക്ഷേ ഇൻഡിവിജ്വൽ ആയിട്ടേ തൊപ്പിനെ കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാനും ഗെയിം കളിക്കാനും ഒക്കെ പറ്റുള്ളൂ. തൊപ്പി ടീമായിട്ട് കളിക്കാൻ നിന്നാൽ നടപ്പില്ല. അത് ബിഗ് ബോസിന് ഏകദേശം ഉറപ്പായതുകൊണ്ടാണ് തൊപ്പിയെ ഈ സമയത്ത് ഒഴിവാക്കിയത്. ഇനി തൊപ്പി വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 50 ഒന്നുമില്ല കേട്ടോ, ഏകദേശം ഒരു 10-20 അതിനു മുകളിൽ ഒരു ചാൻസും പറയാൻ പറ്റില്ല. വരികയാണെങ്കിൽ ഒപ്പം ഫിയാൻസി ആയിട്ടുള്ള ഫസ്മിനെയും എന്തായാലും ഉണ്ടാകും. ഇപ്പൊ തൊപ്പിയുടെ കാര്യത്തിൽ കിട്ടുന്ന ഒരു അപ്ഡേറ്റ് ഇത് തന്നെയാണ്. തൊപ്പി ഫസ്റ്റ് ലെവൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതായിട്ട് അറിയുന്നുണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് തൊപ്പി പോയിട്ടില്ല. ആദ്യം തന്നെ തൊപ്പിക്ക് ഓഡിഷൻ കോൾ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തൊപ്പി ഓൺലൈനായിട്ട് ഒരു ഇന്റർവ്യൂ ബിഗ് ബോസിന്റെ അറ്റൻഡ് ചെയ്തു എന്ന് അറിയുന്നുണ്ട്. അതിനപ്പുറത്തോട്ട് തൊപ്പി പോയിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു 4 ബെഡ്റൂം ഫോർമുലക്ക് തൊപ്പി ആപ്റ്റ് അല്ലെന്നുള്ള കാര്യം, ഇപ്പൊ തൊപ്പി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലൊരു ടീമിന്റെ ഒപ്പം നിന്ന് കണ്ടന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം ബിഗ് ബോസിന് ഏകദേശം ഉറപ്പായതുകൊണ്ട് തന്നെ ആയിരിക്കണം തൊപ്പിയെ അടുത്ത ഒരു കാറ്റഗറിയിലേക്ക് വിടാതെ അവിടെ വെച്ച് തന്നെ ആ ഒരു ഫസ്റ്റ് ലെവൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഏകദേശം ക്യാൻസൽ ആക്കിയത്. ഇനി തൊപ്പി വരുമോന്ന് നമുക്ക് ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആണ്. അതിപ്പോൾ ലാലേട്ടൻ വന്ന് പ്രമോസിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞതാണ്. ബിഗ് ബോസിന്റെ തീം തന്നെ അതാണ്, അൺപ്രഡിക്റ്റബിളുമാണ്. അതുപോലെ തന്നെ മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ച് ഒന്ന് മാറ്റി പിടിക്കുകയാണ് അവർ ഈ ഒരു സീസൺ. അപ്പോൾ ടീമായിട്ട് കളിക്കാനായിട്ട് തൊപ്പിക്ക് പറ്റാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ തൊപ്പി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു തൊപ്പി വരില്ല. പക്ഷേ ഇനിയിപ്പോൾ ബിഗ് ബോസിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി ബൈ ചാൻസ്, ഇപ്പോൾ ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആണ്, ബൈ ചാൻസ് എന്തെങ്കിലും ഒരു ചെറിയൊരു ചാൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ 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 കുറവ് ചാൻസേ ഉള്ളൂ, ചിലപ്പോൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ 100% ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ബിഗ് ബോസിന് ചിലപ്പോൾ തൊപ്പി വേണമെന്ന് തോന്നിയാലോ, അതുകൊണ്ട് നമ്മൾ 100% ഇല്ല എന്ന് പറയുന്നില്ല, തൊപ്പി ഫാൻസിനെ സങ്കടപ്പെടുത്തുന്നില്ല. പക്ഷേ ഇതൊരു സത്യമാണ്, തൊപ്പി ഏകദേശം ക്യാൻസൽ ആയിട്ടുണ്ട്.
എന്നാലും നിങ്ങൾക്ക് ചെറിയൊരു ഹോപ്പ് വെക്കാം. ഇത് തന്നെയാണെന്ന് തോന്നുന്നു മെയിൻ കാര്യം. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് തന്നെയാണ് അറിഞ്ഞത്. ഇൻഡിവിജ്വലായിട്ട് കളിക്കാനാണെങ്കിൽ തൊപ്പി സൂപ്പർ ആയിരിക്കും, പക്ഷെ ടീമായിട്ട് കളിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, തൊപ്പി വരികയാണെങ്കിൽ വരട്ടെ. നല്ല കണ്ടന്റുകൾ എന്തായാലും കിട്ടും. അല്ലാതെ ഒരുപാട് പേര് ഇപ്പോൾ പറയുന്നുണ്ട് തൊപ്പിയുടെ ലൈവ് സ്ട്രീമിനിടയിൽ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചത് പറഞ്ഞതുകൊണ്ടാണ് തൊപ്പിയെ ബിഗ് ബോസ് ഒഴിവാക്കിയെന്ന്. അല്ല, ഒരിക്കലും അല്ല. അതൊക്കെ ബിഗ് ബോസിന് അറിയാം. അത്തരത്തിലൊരു റൂൾസിന് അഗെയിൻസ്റ്റ് ആണ്, അതൊന്നാമത്തെ കാര്യം. എങ്കിലും തൊപ്പിയെപ്പോലെ ഒരാളെ ഒഴിവാക്കില്ല ബിഗ് ബോസ്. കാരണം കണ്ടന്റുകൾ കൊണ്ടൊരു കൂമ്പാരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് വരികയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു 4 ബെഡ്റൂം എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം പ്ലാൻ മുന്നോട്ട് വന്നതുകൊണ്ട് തന്നെയാണ് തൊപ്പി ഈ സമയത്ത് ഒഴിവായത്. തൊപ്പിക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകാൻ പറ്റാതെ ഫസ്റ്റ് ലെവൽ ഇന്റർവ്യൂ തന്നെ തൊപ്പി ക്യാൻസലായി പോയതെന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. ഇനിയിപ്പോൾ തൊപ്പി വരികയാണെങ്കിൽ ഒപ്പം തൊപ്പിയുടെ ഫിയാൻസി ആയിട്ടുള്ള ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള നമ്മുടെ ഫസ്മിനെയും കൂടി ഉണ്ടാകും. വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം കണ്ടന്റുകൾ വേണമെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വരണം. അപ്പോൾ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററാണ് തൊപ്പി. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബിഗ് ബോസ് സീസൺ 6 പുതുപുത്തൻ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്